എവ്രിവൺ, ലേൺ സിമാറ്റിക്സിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കേരള PSCയുടെ കെമിസ്ട്രി സബ്ജക്റ്റ് ആയിട്ട് വരുന്ന മിക്ക എക്സാംസിനും സ്പെക്ട്രോസ്കോപ്പിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ 2-3 ക്ലാസ്സസ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് സ്പെക്ട്രോസ്കോപ്പിയിലെ ഇൻട്രൊഡക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ കേരള വാട്ടർ അതോറിറ്റി സാനിറ്ററി കെമിസ്റ്റ് ലാബ് അസിസ്റ്റന്റ് ഒക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർ എന്തായാലും സ്പെക്ട്രോസ്കോപ്പി പഠിച്ചിട്ട് പോവാം. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. മോളിക്യുലാർ സ്പെക്ട്രോസ്കോപ്പി. ആദ്യം തന്നെ നമുക്ക് സ്പെക്ട്രോസ്കോപ്പി എന്താന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഇന്ററാക്ഷൻ ഓഫ് റേഡിയേഷൻ വിത്ത് മാറ്റർ. മാറ്ററും റേഡിയേഷനും തമ്മിലുള്ള ഇന്ററാക്ഷൻ പഠിക്കുക, അതാണ് സ്പെക്ട്രോസ്കോപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മാറ്റർ എന്ന് പറയുമ്പോൾ ആറ്റംസോ മോളിക്യൂൾസോ അയോൺസോ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് അബ്സോർബ് ചെയ്യുകയോ എമിറ്റ് ചെയ്യുകയോ ചെയ്യുവാണെങ്കിൽ അത് നമുക്ക് അനലൈസ് ചെയ്തുകൊണ്ട് അവരുടെ പ്രോപ്പർട്ടീസും സ്ട്രക്ചറും എല്ലാം മനസ്സിലാക്കാൻ പറ്റും. അതാണ് സ്പെക്ട്രോസ്കോപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയുമ്പോൾ അതിനൊരു എനർജി ഉണ്ട്. ആ എനർജിയാണ് എച്ച് ന്യൂ. ആ റേഡിയേഷന്റെ ഫ്രീക്വൻസി ആണ് ന്യൂ. എച്ച് എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. ഇനി അത് തന്നെ നമുക്ക് വേവ് ലെങ്ത്തുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു എച്ച് സി ബൈ ലാംഡ. സി എന്നുള്ളത് വെലോസിറ്റി ഓഫ് ലൈറ്റ്. ഓക്കെ, അത് തന്നെ നമുക്ക് എച്ച് സി ന്യൂ ബാർ എന്നും പറയാം. ഇവിടെ ന്യൂ ബാർ എന്ന് പറയുന്നത് വേവ് നമ്പർ ആണ്. ഇറ്റ് ഈസ് 1 ബൈ ലാംഡ. ഓക്കെ, അപ്പൊ അങ്ങനെ ഈ എന്ന എനർജിയിൽ വരുന്ന ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആറ്റംസോ മോളിക്യൂൾസോ അബ്സോർബ് ചെയ്യുന്നു. അബ്സോർബ് ചെയ്തിട്ട് അവരൊരു ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് പോകുന്നു. അപ്പൊ ആ അബ്സോർബ് ചെയ്തിട്ടുള്ള റേഡിയേഷൻ അനലൈസ് ചെയ്യുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നതാണ് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി. ഇനി ഹയർ എനർജിയിലേക്ക് പോയിട്ടുള്ള ആറ്റം തിരിച്ച് ലോവർ എനർജിയിലേക്ക് വരുമ്പോൾ റിലാക്സേഷൻ സംഭവിക്കുമ്പോൾ റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നു. എമിറ്റ് ചെയ്ത റേഡിയേഷന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നതാണ് എമിഷൻ സ്പെക്ട്രോസ്കോപ്പി. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു എനർജി ലെവൽ ഡയഗ്രാം ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. കണ്ടോ, 2 എനർജി ലെവൽ വിചാരിക്കുക, E1 E2. ലോവർ എനർജി E1 അഥവാ ഗ്രൗണ്ട് സ്റ്റേറ്റ്, ഹയർ എനർജി E2 അഥവാ എക്സൈറ്റഡ് സ്റ്റേറ്റ്. അപ്പൊ ആറ്റം എനർജി അബ്സോർബ് ചെയ്ത് ഹയർ സ്റ്റേറ്റിലേക്ക് പോകുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ള റേഡിയേഷന്റെ ഫ്രീക്വൻസിയോ വേവ് ലെങ്തോ മെഷർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ അബ്സോർബൻസ് മെഷർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അബ്സോർപ്ഷൻ സ്പെക്ട്രം കിട്ടും. ഇനി എമിറ്റ് ചെയ്യുന്ന ആ ഒരു റേഡിയേഷന്റെ ആണ് നമ്മൾ മെഷർ ചെയ്യുന്നതെങ്കിൽ എമിഷൻ സ്പെക്ട്രം കിട്ടും. അപ്പൊ 2 രീതിയിൽ നമുക്ക് സ്പെക്ട്രം അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഈ ഒരു എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് E2 മൈനസ് E1 അതായത് ഡെൽറ്റ ഇ, അതെപ്പോഴും ആ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷന്റെ എനർജിയോട് ഈക്വൽ ആയിരിക്കും. അതായത് ഏതൊരു റേഡിയേഷൻ ആണ് ഈ എനർജി ലെവൽ മീറ്റ് ചെയ്യാൻ പറ്റുന്നത് ആ റേഡിയേഷനെ ഒരു ട്രാൻസിഷൻ നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ ബോർ കണ്ടീഷൻ ഫോർ സ്പെക്ട്രൽ ട്രാൻസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ എനർജി ഡിഫറൻസിനോട് തുല്യമായിട്ടുള്ള ആ എനർജിയോട് കൂടിയ ഒരു റേഡിയേഷൻ വേണം അബ്സോർബ് ചെയ്യാനായിട്ട്, എന്നാൽ മാത്രമേ നമുക്ക് അവിടെ ഒരു ട്രാൻസിഷൻ കിട്ടുള്ളൂ. ഓക്കെ, കണ്ടോ, ഫോർ അബ്സോർപ്ഷൻ ടു ഒക്കർ എനർജി ഓഫ് ഫോട്ടോൺ, ഫോട്ടോൺ എന്ന് പറയുമ്പോൾ ആ ലൈറ്റ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനിൽ വരുന്ന ആ ഒരു പാർട്ടിക്കിൾ, ആ ഫോട്ടോണിന്റെ എനർജി ഷുഡ് മാച്ച് ദ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ദ ക്വാണ്ടൈസ്ഡ് എനർജി ലെവൽസ്. അപ്പോൾ ആറ്റംസ് മോളിക്കുലർ എനർജി ലെവൽസ് ക്വാണ്ടൈസ്ഡ് ആണ്. അപ്പൊ ആ ഒരു എനർജി ഡിഫറൻസും റേഡിയേഷന്റെ എനർജി മാച്ച് ചെയ്താൽ മാത്രമേ അവിടെ ഒരു ട്രാൻസിഷൻ നടക്കുകയുള്ളൂ. ഓക്കെ, ഇനി ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് കമ്പോണന്റും ഉണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡ് കമ്പോണന്റും ഉണ്ടാവും. അപ്പൊ ഇത് രണ്ടിലും ഏതെങ്കിലും ഒരെണ്ണമായിട്ട് ഇന്ററാക്ഷൻ വന്നാലാണ് നമുക്ക് അവിടെ ഒരു കറസ്പോണ്ടിങ് അബ്സോർപ്ഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പൊ ശരിക്കും ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് കമ്പോണന്റോ മാഗ്നറ്റിക് ഫീൽഡ് കമ്പോണന്റോ ആയിട്ട് ഈ ഒരു മോളിക്യൂളിന് ഇന്ററാക്ഷൻ വരുന്നുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് അവിടെ അബ്സോർപ്ഷൻ നടക്കുന്നത്. ഓക്കെ, ഓക്കെ, സപ്പോസ് നമ്മളിപ്പോ ഒരു മോണോക്രോമാറ്റിക്
ലൈറ്റ് ആണ് കടത്തിവിടുന്നത് എന്ന് വിചാരിക്കും. ഇപ്പൊ നമ്മളൊരു സൊല്യൂഷനിൽ കൂടെ ഒരു മോണോക്രോമാറ്റിക് റേഡിയേഷൻ ആണ് കടത്തിവിടുന്നതെങ്കിൽ ഏത് ഫ്രീക്വൻസി ആണോ അല്ലെങ്കിൽ ഏത് വേവ് ലെങ്ത് ആണോ ആ ഒരു പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ആറ്റംസ് അബ്സോർബ് ചെയ്യുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇന്റൻസിറ്റി അവിടെ ചേഞ്ച് വരും, ഇന്റൻസിറ്റി കുറയും. അതേസമയം ഇപ്പൊ നമ്മൾ എല്ലാ റേഡിയേഷൻസും ഉള്ള, അതായത് ഒരുപാട് ഫ്രീക്വൻസിയിലും വേവ് ലെങ്ത്തിലും വരുന്ന റേഡിയേഷൻസിനുള്ള ഒരു ലൈറ്റ് ആണ് കടത്തിവിടുന്നതെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിലോ വേവ് ലെങ്ത്തിലോ ഉള്ള ഒരു പാർട്ട് മാത്രമേ അത് അബ്സോർബ് ചെയ്യുള്ളൂ. അപ്പൊ ആ ഭാഗത്ത് മാത്രമേ നമുക്ക് ആ ഒരു ഇന്റൻസിറ്റി ചേഞ്ച് കാണുകയുള്ളൂ. അപ്പൊ അങ്ങനെ നമുക്കൊരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയോ വേവ് ലെങ്ത്തിലോ അബ്സോർബ് ചെയ്യപ്പെട്ടത് റെക്കോർഡ് ചെയ്യാനായിട്ട് സ്പെക്ട്രോസ്കോപ്പിയിലെ മെയിൻ ആയിട്ട് വരുന്ന ഒരു ലോ ആണ് ബീർ-ലാംബേർട്സ് ലോ. ബീർ-ലാംബേർട്സ് ലോനെ അടിസ്ഥാനമാക്കിയിട്ടാണ് സ്പെക്ട്രോസ്കോപ്പി നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു അബ്സോർബൻസ് അത് തന്നെയാണ് ബീർ-ലാംബേർട്സ് ലോ. അപ്പൊ ശരിക്കും പറഞ്ഞത് രണ്ട് ലോ ആണ്, ബീർസ് ലോയും ലാംബേർട്സ് ലോയും. അത് രണ്ടും കൂടെ ചേർത്ത് നമ്മൾ പറയുന്നതാണ് ബീർ-ലാംബേർട്സ് ലോ. ബീർ-ലാംബേർട്സ് ലോയുടെ ഇക്വേഷൻ പഠിച്ചിരിക്കുക. അബ്സോർബൻസ് എ ഇസ് ഈക്വൽ ടു എപ്സിലോൺ എൽ സി. ഓക്കെ, അതായത് അബ്സോർബൻസ് എന്നുള്ളത് പാത്ത് ലെങ്ത് എല്ലിനെയും കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷൻ, അതായത് ഇപ്പൊ നമ്മൾ സൊല്യൂഷനിൽ കൂടെ റേഡിയേഷൻ കടത്തി വിടുമ്പോൾ ആ സൊല്യൂഷന്റെ കോൺസെൻട്രേഷനെയും പാത്ത് ലെങ്ത്തിനെയും അല്ലെങ്കിൽ നമ്മൾ തിക്നെസ് എന്നൊക്കെ പറയും അതിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും അബ്സോർബൻസ്. അതാണ് ബീർ-ലാംബേർട്സ് ലോ പറയുന്നത്. ഓക്കെ, ബീർസ് ലോ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് നമ്മളൊരു സൊല്യൂഷനെ കൂടെ പാസ് ചെയ്യുമ്പോൾ അതിന്റെ ഇന്റൻസിറ്റി കോൺസെൻട്രേഷൻ അനുസരിച്ച് കുറയും. ഇപ്പൊ കോൺസെൻട്രേഷൻ കൂടുകയാണെങ്കിൽ ഇന്റൻസിറ്റി അതനുസരിച്ച് കുറയും. അതാണ് ബീർസ് ലോ പറയുന്നത്. അപ്പൊ ഇത്ര ഓർത്താൽ മതി, കോൺസെൻട്രേഷനും ഇന്റൻസിറ്റിയും തമ്മിലുള്ള ബന്ധം പറയുന്നതാണ് ബീർസ് ലോ. അതേപോലെ തന്നെ ഇന്റൻസിറ്റിയും പാത്ത് ലെങ്ത്തും തമ്മിലുള്ള റിലേഷൻ പറയുന്നതാണ് ലാംബേർട്സ് ലോ. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് പറയുന്നതാണ് ബീർ-ലാംബേർട്സ് ലോ. ബീർ-ലാംബേർട്സ് ലോയുടെ ഇക്വേഷൻ ഓർത്തു വെക്കുക. അബ്സോർബൻസ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ എൽ സി. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാവും? എപ്സിലോൺ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അബ്സോർബൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പാത്ത് ലെങ്ത് ആൻഡ് കോൺസെൻട്രേഷൻ. ഓക്കെ, നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം നോക്കാം. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത് വിവിധ ഫ്രീക്വൻസിയിലും വേവ് ലെങ്ത്തിലും ഉള്ള റേഡിയേഷൻസ് കൂടി ചേർന്നാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. അപ്പൊ അതിനകത്ത് ഗാമ റേസ് ഉണ്ട്, എക്സ്റേ ഉണ്ട്, UV റേസ് ഉണ്ട്, IR ഉണ്ട്, മൈക്രോവേവ് ഉണ്ട്, റേഡിയോ വേവ്സ് ഉണ്ട്. അതിന്റെ വേവ് ലെങ്ത്തിന്റെ ഓർഡർ ആണ് ഇങ്ങോട്ട്. ഇൻക്രീസിങ് വേവ് ലെങ്ത് കണ്ട ആ വേവ് പോലെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത് പഠിച്ചു വെക്കാം. അപ്പൊ വേവ് ലെങ്ത് ഏറ്റവും കുറവ് ഗാമയ്ക്കാണ്, അതേപോലെ ഫ്രീക്വൻസി ഏറ്റവും കൂടുതൽ ഗാമയ്ക്കാണ്. വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. ഫ്രീക്വൻസി കൂടിയ ആൾക്കാർക്കും എനർജി കൂടുതൽ. അപ്പൊ എനർജി കൂടുതലും ഫ്രീക്വൻസി കൂടുതലും ഗാമയ്ക്കാണ്, വേവ് ലെങ്ത് കുറവ് ഗാമയ്ക്കാണ്. ഇവിടെ ഇങ്ങോട്ട് പോകും തോറും എന്താണ്, എനർജി കുറയും, ഫ്രീക്വൻസി കുറയും, വേവ് ലെങ്ത് കൂടും. അത് പഠിച്ചിരിക്കാം. ഓക്കെ, പിന്നെ വിസിബിൾ റീജിയൻ വരുന്നത് 400 to 700 നാനോമീറ്റർ റേഞ്ചിലാണ് വിസിബിൾ റീജിയൻ വരിക, നമ്മുടെ വിബ്ജിയോർ. ഓക്കെ, അപ്പൊ ആ റേഞ്ച് ഒന്ന് പഠിച്ചിരിക്കുക. ഇങ്ങനെയുള്ള ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണ് ആറ്റമുമായിട്ട് അല്ലെങ്കിൽ മാറ്ററുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തെ റേഡിയേഷൻസിന് ഏതിന് വേണമെങ്കിൽ, അതായത് എനർജി മീറ്റ് ചെയ്യുന്ന ആ മോളിക്കുലർ എനർജി ലെവൽസ് മീറ്റ് ചെയ്യുന്ന റേഡിയേഷൻസിന് ആ ഒരു ട്രാൻസിഷൻ നടത്താനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പെക്ട്രം അല്ലെങ്കിൽ സ്പെക്ട്രോസ്കോപ്പിയിൽ തന്നെ പല ബ്രാഞ്ചസ് വരുന്നത് ഈ ഒരു റേഡിയേഷൻസ് ഓരോന്നും മാറ്ററുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിന്റെ ആ ഒരു വ്യത്യാസത്തിലാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ കണ്ടോ, ഒരു മോളിക്കൂൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് ഇലക്ട്രോണിക് എനർജി ലെവൽസ് ഉണ്ട്, അതായത് ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് നടത്തുന്ന എനർജി ലെവൽസ്. ഈ ഒരു ബാറാണ് ഇലക്ട്രോണിക്, ഇതൊരു ലെവലാണ് കേട്ടോ, ഇതൊരു എനർജി സ്റ്റേറ്റ് ആണ് E1, ഇത് E0. അപ്പൊ ഇത് ഇലക്ട്രോണിക് എനർജി ലെവൽസ് ആണ്. ഇലക്ട്രോണിക് എനർജി ലെവൽസ് തമ്മിലുള്ള എനർജി വളരെ കൂടുതലാണ്. വിത്തിൻ ദ ഇലക്ട്രോണിക് എനർജി ലെവൽസ് നമുക്ക് എന്തുണ്ട്, വൈബ്രേഷണൽ എനർജി ലെവൽസ് കാണാം. കണ്ടോ, വൈബ്രേഷണൽ എനർജി ലെവൽസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ അടുത്ത് വരും, എനർജി ഒന്നും കൂടെ
കുറയും. റൊട്ടേഷണൽ എനർജി ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതിന്റെ ഇടയിൽ വരുന്നതാണ്. വൈബ്രേഷണൽ എനർജി ലെവൽസിന്റെ ഇടയിൽ വരുന്നതാണ് റൊട്ടേഷണൽ. അത് ഓരോ ഇലക്ട്രോണിക് ലെവൽസിലും നമുക്ക് ഓരോ വൈബ്രേഷണൽ റൊട്ടേഷണൽ എനർജി സ്റ്റേറ്റ്സ് കാണാൻ പറ്റും. അപ്പൊ റൊട്ടേഷണൽ എന്ന് പറയുന്നത് പിന്നെയും കണ്ടോ അവർ തമ്മിലുള്ള എനർജി വളരെ കുറവാണ്. അപ്പൊ ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് നടത്തണമെങ്കിൽ എനർജി കൂടിയ റേഡിയേഷൻസ് വേണം. റൊട്ടേഷണൽ നടത്തണമെങ്കിൽ എനർജി കുറഞ്ഞ റേഡിയേഷൻസ് ആയാലും മതി. അതൊന്ന് ഓർത്തു വെക്കാം. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് കണ്ടോ യു വി വിസിബിൾ ലൈറ്റ് ആണ് മാറ്ററുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതെങ്കിലാണ് നമുക്ക് ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് നടത്താം. അതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഇലക്ട്രോണിക് സ്പെക്ട്ര കിട്ടുന്നത്, അല്ലെങ്കിൽ നമ്മൾ യു വി വിസിബിൾ സ്പെക്ട്ര എന്ന് പറയുന്നത്. അത് പഠിച്ചിരിക്കണം. അപ്പോൾ യു വി വിസിബിൾ ലൈറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നതാണ് ഇലക്ട്രോണിക് സ്പെക്ട്രം അല്ലെങ്കിൽ യു വി വിസിബിൾ സ്പെക്ട്രം. IR റേഡിയേഷൻ, ഇൻഫ്രാറെഡ് റേഡിയേഷന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നതാണ് വൈബ്രേഷണൽ സ്പെക്ട്രം. അതാണ് IR സ്പെക്ട്രം. വൈബ്രേഷണൽ എനർജി ലെവൽസിൽ ആണ് അവിടെ ട്രാൻസിഷൻസ് നടക്കുന്നത്. ഇനി മൈക്രോവേവ് എന്ന് പറയുമ്പോൾ എനർജി കുറവാണ്. അപ്പൊ മൈക്രോവേവിന് റൊട്ടേഷണൽ ട്രാൻസിഷൻസ് ആണ് പോസിബിൾ ആയിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് പഠിച്ചിരിക്കാം. ഇനി നമ്മളൊരു ഇത് നോക്കിക്കഴിഞ്ഞാൽ ആറ്റം മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇലക്ട്രോണുകൾ ഉണ്ട്, അവരുടെ സ്പിൻ ഉണ്ട്. അപ്പൊ സ്പിൻ എനർജി ലെവൽസിൽ വരുന്ന വ്യത്യാസം, നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കോമ്പൗണ്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വരുമ്പോൾ അതിന്റെ സ്പിൻ എനർജി ലെവൽസിൽ വരുന്ന വ്യത്യാസം, അത് റേഡിയോ വേവ്സ് ആണ് NMR വരുന്നത്. അപ്പൊ ആ ഒരു സ്പെക്ട്രോസ്കോപ്പിനാണ് നമ്മൾ NMR, ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് സ്പെക്ട്ര എന്ന് പറയുന്നത്. അപ്പൊ റേഡിയോ വേവ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് NMR ആണ്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ പറയുന്നത് അബ്സോർപ്ഷൻ എമിഷൻ സ്പെക്ട്ര ആ ഒരു രീതിയിലാണ്. ഇത് കൂടാതെ നമുക്ക് സ്കാറ്ററിംഗ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഉണ്ട്. അപ്പൊ അതായത് സ്കാറ്റർ ചെയ്യുന്ന ലൈറ്റിനെ അനലൈസ് ചെയ്തിട്ടും നമുക്ക് സ്പെക്ട്രം പറയാൻ പറ്റും. അപ്പൊ സ്കാറ്ററിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ട് പറയുന്നതാണ് രാമൻ സ്പെക്ട്രോസ്കോപ്പി. അപ്പൊ ഇതെല്ലാ സ്പെക്ട്രോസ്കോപ്പി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. ഇലക്ട്രോണിക് സ്പെക്ട്ര, വൈബ്രേഷണൽ സ്പെക്ട്ര, റൊട്ടേഷണൽ, NMR, രാമൻ എല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ഏതൊക്കെ എനർജി ലെവൽസ് അല്ലെങ്കിൽ ഏതൊക്കെ റേഡിയേഷൻ ആണ് ഈ ഒരു ട്രാൻസിഷൻസ് നടത്തുക എന്നുള്ളത് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കുക. അതേപോലെ ബീർ ലാംബർട്സ് ലോ പഠിച്ചിരിക്കുക. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിൽ ഏതൊക്കെ വരുന്നു, അതിൽ ഫ്രീക്വൻസി കൂടുതൽ ആർക്ക്, എനർജി വേവ് ലെങ്ത്, അതിന്റെ ഇക്വേഷൻസ് എല്ലാം പഠിച്ചിരിക്കാം. പിന്നെ എനർജി സ്റ്റേറ്റ്സ്, ഇലക്ട്രോണിക് എനർജി സ്റ്റേറ്റ്സ് ആണ് ഏറ്റവും എനർജി ഡിഫറൻസ് കൂടുതൽ. പിന്നെ വരുന്നത് വൈബ്രേഷണൽ, പിന്നെ റൊട്ടേഷണൽ. ഇതെല്ലാം അതിനകത്ത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അപ്പൊ ഇത്രയാണ് നമുക്ക് സ്പെക്ട്രോസ്കോപ്പിയുടെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ക്ലാസ്സസ് എല്ലാം കിട്ടുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമന്റ്സിൽ അറിയിക്കുക. അപ്പൊ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.